പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു വകുപ്പ് വെച്ചുകൊണ്ട് യേശുവിനെ അവഗണിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ജഡിക ശ്രമങ്ങൾ, ഈ ജഡിക ശ്രമങ്ങൾക്കെതിരെയാണ് കർത്താവിൻ്റെ വചനം എന്താണ് പറയണത്? I will not disown you at any cost. Take the word of God. Sudhikada hallelujah. Hallelujah, hallelujah, hallelujah. Yeshua nandi hallelujah, hallelujah. Yeshua aradhana, aradhana, aradhana. Yeshua nandi mahatam, 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 mahatam. Hallelujah, hallelujah. Aradhana, aradhana. Yeshua aradhana. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഒരു പ്രഖ്യാപിതമായ നിലപാട് ദൈവത്തിൻ്റെ. മനുഷ്യന്മാർ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ തിരിയാൻ നോക്കും മനുഷ്യന്മാർ. അപ്പം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവവും നിലപാടുകളും നയങ്ങളും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഹെബ്രായർ 13:5 ഏറ്റു പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലും നിന്നെ അവഗണിക്കുകയില്ല. നമ്മൾക്ക് ചങ്കുറപ്പോടുകൂടി വരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്ത് തന്നെയായാലും ഈ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് മനുഷ്യൻ ഈ തെറ്റുകളെല്ലാം ചെയ്ത് കൂട്ടുന്നത്. ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ എന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് അവർ വ്യഗ്രത കൂടും അവർക്ക്. അപ്പോൾ സെൽഫ് അസെർട്ട് ചെയ്യാനുള്ള ഈ വ്യഗ്രതയിൽ അവർ ദൈവത്തെ മറന്നു പോകും, സുവിശേഷത്തെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാർ PR ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയണത്. അതാണ് PR-ഉം കല്യാണമായിട്ട് എന്ത് ബന്ധം? PR-ഉം കല്യാണമായിട്ട് ഒരു ബന്ധമില്ല. PR ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തോന്നൊക്കെ പറയണില്ല ആൾക്കാരില്ലേ? അതെന്താ കാര്യം? അതാണ് വിഷയം. ഇനി ഞാൻ പ്രസവിക്കണ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ പോയി പ്രസവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ? എന്തെല്ലാം രീതിയാണ് ഇപ്പോൾ ആൾക്കാരുടെ മാറിയിരിക്കണത്. ഇവിടുന്ന് 1 മാസം 2 ആഴ്ച പ്രഗ്നൻ്റായിട്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് 10 മാസമായിട്ട് അവിടെ പ്രസവിച്ചിട്ട് അവിടുത്തെ പൗരത്വം മേടിക്കും. അപ്പം ഇങ്ങനെ മനുഷ്യൻ ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ ഒരു അജണ്ട ഫിക്സ് ചെയ്യും. ഈ അജണ്ടയുടെ അകത്ത് അവർക്ക് മനസാക്ഷിക്കും ദൈവത്തിനും സുവിശേഷം നിരക്കാത്ത എന്തെങ്കിലും വന്നാലും ഇവർ തട്ടിക്കളയും. അതും കാര്യമില്ലെന്ന് പറയും. അതും കാര്യമില്ല. ഇപ്പം ആരാ ഇതൊക്കെ നോക്കണമെന്നൊക്കെ പറയും. ഇപ്പം ആരാ ജാതി നോക്കണം, ഇപ്പം ആരാ മതം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാവിനെ പണയപ്പെടുത്തുന്ന കാര്യമായാലും ശരി ദൈവത്തെ മാറ്റി നിർത്തി അവരൊരു ചിന്ത തീരുമാനിക്കും. ഇങ്ങനെ കുറേ തെറ്റുകൾ മനുഷ്യന് വരും. ഇങ്ങനെ തെറ്റുകൾ മനുഷ്യന് വരുമ്പോൾ ഇതെല്ലാം ശരിക്കും കർത്താവിൻ്റെ ഒരു രീതി അനുസരിച്ച് നീ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞൊരു വിഷയവും എപ്പോഴും ദൈവം ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അജ്ഞതയുടെ കാലഘട്ടമെന്ന് അത് ഈ കാലഘട്ടമാണ്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടം. ടേക്ക് ദ ബിഡപ്പോട്ട് അജ്ഞതയുടെ കാലഘട്ടം. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇത് കണ്ട, അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളെ സുവിശേഷം. അതായത് ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച്, ഒരു രീതിയാണ് ഈ പറയണത്.
അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അജ്ഞതയുടെ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും. അജ്ഞതയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ മനഃപൂർവ്വം അബോർട്ട് ചെയ്യണില്ലേ? മനഃപൂർവ്വം അബോർട്ട് ചെയ്യും. എന്താ കാര്യം? ഇപ്പോൾ പ്രസവിച്ചാൽ അത് ശരിയാകത്തില്ല. കൊച്ചിനെ നമുക്ക് നമ്മുടെ വരുമാനം ഫിക്സായിട്ടില്ലല്ലോ. കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റി അങ്ങനെയാണ് ചെയ്തത്, വല്യമ്മ അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ മോഡലാക്കുന്നവരെ ആൻറ്റിനെയും വല്യമ്മനെയും പണ്ട് അബോർഷൻ ചെയ്ത് ആൻറ്റിനെയും വല്യമ്മനെയും മോഡലാക്കും. ഇതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരെയും മോഡലാക്കണത്? ഈ പാപം നിനക്ക് മുമ്പേ നേരത്തെ ചെയ്തിട്ടുള്ള നിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞ കോമരത്തിനെയാണ് നീ മോഡലാക്കണത്. ഞാനാണ് ദൈവമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്താണ്? ഇതിനെ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയെ, അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരിങ്ങനെ നീ വിവസ്ത്രനായിട്ട് ഈ വിറകിൽ ഒരു കോറവിറച്ചിയായിട്ട് നാണം കെട്ട് തൂങ്ങുമ്പോൾ ഇത് തന്നെ ഒരു ഓപ്പൺനെസ്സാണ് ശരിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് നീ അനുതാപപ്പെട്ടെങ്കിലും നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണടച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡാലിയ. ഞാൻ വരുന്നത് കോട്ടയം മുണ്ടക്കയത്തു നിന്നാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ 2024 ജാനുവരി 12-ാം തീയതിയാണ് ഞാൻ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ ചെന്ന് ഞാൻ 3 മാസം പഠിക്കുകയും ശേഷം ഞാൻ വർക്ക് പെർമിറ്റായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല എന്നവർ പറയുന്നത്, കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റില്ല എന്നവർ പറയുന്നത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയൊരു എംപ്ലോയറിനെ അവിടെ കിട്ടിയത്. അപ്പോൾ വിസയിലുള്ള എംപ്ലോയറും എനിക്ക് പുതിയതായിട്ട് കിട്ടിയ എംപ്ലോയറും രണ്ടായതുകൊണ്ട് എനിക്ക് നിലവിലുള്ള വിസയിൽ അവിടെ നിൽക്കാൻ സാധിക്കില്ലെന്നവർ പറഞ്ഞു. പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി അവിടെ നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു രീതിയിലും നടക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 2 കൂട്ടുകാരികൾ, അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവരായിരുന്നു. അവരെന്നോട് പറയും, ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, എന്തായാലും നടക്കും. ആ ഒരു നിമിഷം ഞാൻ അവിടെ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും അവർ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ആൻറ്റി പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, എന്തായാലും ഇവളുടെ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള കാര്യം പറഞ്ഞത്.
അതിനുശേഷം എന്തൊരു മീറ്റിംഗ്, ഈ ഒരു പ്രശ്നത്തെപ്പറ്റി എന്തൊരു മീറ്റിംഗ് അല്ലെങ്കിൽ എന്തൊരു അപ്പോയിൻമെൻറ്റ് വന്നാലും എൻ്റെ കൂട്ടുകാരികൾ അവർക്ക് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാനൊരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എന്തൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലോയറുമായിട്ടൊരു മീറ്റിംഗ് എനിക്ക് അവിടുന്ന് സാധാരണഗതിയിൽ അവിടെ ലോയറുമായിട്ട് മീറ്റിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനൊരു മീറ്റിംഗ് കിട്ടുകയും ലോയറടുത്ത് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാം എന്നതും, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പം കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ ചെന്ന് ലോയറിന് പൈസ കൊടുക്കണം, അങ്ങനെ പല ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അത് തുടർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് വരണം, അല്ലെങ്കിൽ 5-ാം തീയതി വരെ നിനക്ക് സമയമുള്ളൂ, മെയ് 5-ാം തീയതി വരെ നിനക്ക് സമയമുള്ളൂ, അതിന് മുന്നേ തിരിച്ചു വരണം. അല്ലെങ്കിൽ 5-ാം തീയതി കഴിഞ്ഞും നീ തുടർന്ന് ജർമ്മനിയിൽ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസിൽ അവർ തന്നെ പുറത്താക്കുകയും ബാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 1.5 വർഷം യൂറോപ്യൻ കൺട്രീസ് മുഴുവൻ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പോകുന്നു. ഏപ്രിൽ 27-ാം തീയതി ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരികയും ചെയ്തു. പിന്നെ മെയ് 3-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഏപ്രിൽ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെയ് 3-ാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദിവസം പ്രത്യക്ഷണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും, ദിവസം കുർബാനയ്ക്ക് പോവുകയും അതുപോലെ മാതാവുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടാൻ തുടങ്ങി. അതിനോട് മുന്നോടിയായിട്ട് ദിവസം കുർബാനയ്ക്ക് പോവുകയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനകൾ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പ്രദക്ഷിണ പ്രാർത്ഥന എല്ലാം ചെല്ലുന്നത് രാവിലെ 5:30. അപ്പം ധ്യാനവും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ധ്യാനം കൂടാറുള്ളത്. ധ്യാനം ഫാദറിൻ്റെ ധ്യാനം കൂടുമ്പോഴൊക്കെയും എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയത് എന്തായാലും സാധിക്കും, അല്ലെങ്കിൽ നിനക്കൊരു വഴി തെളിഞ്ഞ് കിട്ടും, പിന്നീട് പോകാനുള്ള വഴി തെളിഞ്ഞ് കിട്ടുമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, വിശ്വസിക്കും, നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, എന്തായാലും ഒരു വഴി കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം കുറേ സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു. ഞാൻ അവിടുന്ന് മെയിൽ അയക്കുകയും കുറേ ഇടങ്ങളിൽ മെയിൽ അയക്കുകയും ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒരിടത്തൊന്നും റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെ അവസാനം 2 കിട്ടി. അതിൽ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ് ഒരിടത്തുനിന്ന് റെസ്പോൺസ് ഇല്ല. അടുത്തുനിന്ന് റെസ്പോൺസ് വന്ന് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ചെയ്തു. കോൺട്രാക്റ്റ് കിട്ടി അവസാനം എല്ലാം ശരിയാകുകയും ചെയ്തതാണ്. അവസാന നിമിഷം അക്കോമഡേഷൻ ശരിയായ രീതിയിൽ കൃത്യസമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേനും ഞാൻ വളരെയധികം തളർന്നു പോയി. കാരണം നാട്ടിൽ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്തിട്ട് അതും കിട്ടിയില്ല. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി. അപ്പം എൻ്റെ വിശ്വാസം കുറയാൻ തുടങ്ങി. ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്, അഡ്മിഷൻ കിട്ടാത്തത് എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസം, മാതാവിനോടുള്ള വിശ്വാസം ഇങ്ങനെ കുറയാൻ തുടങ്ങി. അപ്പോഴത്തേനും അമ്മയ്ക്കത് മനസ്സിലായതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല, നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, ഉടമ്പടിയിലാണ്, മാതാവ് കൂടെയുണ്ട്. ഇവിടെ നമ്മൾ പുതുക്കാൻ ചെല്ലുമ്പോഴും എനിക്ക് പ്രദക്ഷിണത്തിന് മാതാവിനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 2 തവണയും എനിക്ക് മാതാവിനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം മാതാവ് കൂടെയുണ്ട്, നീ വിശ്വസിക്കണം, എന്തായാലും നടക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയുടെ ആങ്ങള വഴി ഒരു കോണ്ടാക്റ്റ് കിട്ടുകയും ഒരു ഏജൻസിയുടെ എറണാകുളത്തൊരു ഏജൻസിനെ കോണ്ടാക്റ്റ് ചെയ്യും. അതുവഴി എനിക്ക് വിസ ഇൻ്റർവ്യൂ കിട്ടുകയും ആ വിസ അതിനുശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയ ശേഷം അത് ഞാൻ പാസ്സാകുകയും തുടർന്ന് കോൺട്രാക്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്ന് എനിക്ക് വിസയ്ക്ക് പോകാനുള്ള എല്ലാം ശരിയായി. വിസ ഓഫീസിൽ ചെല്ലുമ്പോഴൊക്കെയും ഞാൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ അവിടെ ഇടുമായിരുന്നു. അതുപോലെ തന്നെ തൈലം പൂശുമായിരുന്നു. വിശ്വാസപ്രമാണം അവിടെ ഓരോ നിമിഷവും ഞാനവിടെ കയറുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു വിസ ഇൻ്റർവ്യൂവിൽ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം വിസയ്ക്ക് പോയ ശേഷം എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു വിസ കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി. സാധാരണഗതിയിൽ 2 ആഴ്ചയിൽ 1 മാസം നീളുന്നതായിരുന്നു. ഇത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി.
അത് അമ്മ മാതാവ് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, അമ്മ അതെനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ഞാൻ ജാനുവരി വിസ കിട്ടി. അതിനുശേഷം എനിക്ക് ഏപ്രിൽ 1-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഏപ്രിൽ 1-ന് മുന്നായിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അമ്മയുടെ കൂടെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത് മാനസിക രോഗികളുള്ള സ്ഥലങ്ങളുണ്ട്, ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ശുശ്രൂഷ ചെയ്യുകയും അമ്മയുടെ കൂടെ പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ പത്രം കൊടുക്കാൻ ഞങ്ങൾ വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. വീടുകളിലെല്ലാം കയറി കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ജർമ്മൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു, ഓൾഡ് ഏജ് ഹോംസിൽ കൊടുക്കുമായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെയും ചെന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവർക്ക് മെഡിസിൻസ് എടുത്തു കൊടുക്കുകയും അവരുടെ പേഴ്സണൽ കെയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോൾ കിട്ടിയത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഹോസ്പിറ്റലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അത് ഞാൻ അമ്മയോട് വളരെയധികം നന്ദി പറയുന്നു. കൃപാസന മാതാവില്ലായിരുന്നെങ്കിൽ എനിക്കതൊന്നും ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും എനിക്ക് ഡിക്ലൈൻ ചെയ്യുന്നതിൽ റിജക്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മ മാതാവ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഓരോ പ്രതിസന്ധികളും റിജക്ഷൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നന്ദി പറഞ്ഞാൽ തീരാൻ പറ്റത്തില്ല. അപ്പം കുറേ നന്ദി ഈശോയ്ക്കും മാതാവിനും കൊടുക്കുന്നു. ഈ തുടർന്നുള്ള ജീവിതം ഈശോയും മാതാവിനോട് കൂടെ ഒപ്പം ചേർന്ന് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ ജർമ്മനിയിൽ പോയ ഏജൻസിയിൽ നമ്മൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മോള് പറയാൻ വിട്ടുപോയി. ഞങ്ങളിവള് ഏപ്രിലിൽ 27-ാം തീയതി വന്നു. മെയ് മാസം ഏകദേശം ഒരു 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത പേപ്പറിൽ തൈലം പുരട്ടി കൊടുക്കുകയും അതുപോലെ ആ സ്റ്റേഷനിൽ ഉപ്പ് വിതറി അവിടെ പോയി കാര്യം പറഞ്ഞു കൊടുത്തു. ആദ്യം നമ്മൾ ചാലക്കുടിയിൽ കൊടുത്തു. അതുപോലെ അവിടെ നിന്ന് ഞങ്ങളുടെ മുണ്ടക്കയത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 പോലീസ് സ്റ്റേഷനിൽ മാറി കയറി വരേണ്ടി വന്നു. അങ്ങനെ പോയ സ്റ്റേഷനുകളിലെല്ലാം ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പോയി. അതിന് ശേഷം ഒറ്റയാഴ്ചയ്ക്കകം ഞങ്ങൾക്ക് ഏജൻസിയിൽ നിന്ന് തിരിച്ചു വിളിച്ച് ആ 3 ലക്ഷം രൂപയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് വിശ്വാസപ്രമാണം ഞങ്ങൾ നിരന്തരമായിട്ട് അതിനോടനുബന്ധിച്ച് ചെല്ലുമായിരുന്നു. ഞങ്ങൾ 3 ഹസ്ബൻഡും ഞാനും മോളും കൂടെയാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനം കൂടുന്നതും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുടുംബമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്കത് മാതാവ് വഴിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരിക്കലും ഏജൻസിക്ക് കൊടുത്ത പൈസ ഒരിക്കലും തിരിച്ച് ലഭിക്കുന്നതല്ല. പക്ഷേ ആ മാതാവ് ഞങ്ങൾക്ക് കൃപ ചെയ്ത് അത് തിരികെ ലഭിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്, മാതാവ് പ്രവർത്തിച്ചതായിട്ടാണ് കാണുന്നത്. ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഞങ്ങൾ ഈശോയോടും മാതാവിനോടും ചേർന്ന് ജീവിക്കാനായിട്ട് ഞങ്ങൾ ഫാമിലി മുഴുവനും അങ്ങനെ ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വചനവും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്ര ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടിയ സാലറിയോട് കൂടി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 18 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. 10 വർഷമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അങ്ങനെ 4 ഇൻ്റർവ്യൂവിലും പോയി. പക്ഷേ നമുക്ക് എല്ലാവരും പറയും പാസ്സാവും, പക്ഷേ അത് നമുക്ക് പാസ്സായില്ല. അപ്പം അതിനുശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കമ്പനി തന്നെ ചെറിയൊരു മാറ്റം വരുത്തി. ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ഓൾ പ്രൊമോഷൻ കൊടുത്തു.
അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ലോണിൻ്റെ ബാധ്യതയായിരുന്നു. 15 ലക്ഷം ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 2016 കാലഘട്ടത്തിൽ. ആ സമയത്ത് കൊറോണ വന്നു. പിന്നെ ലോൺ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ 15 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 24 ലക്ഷം രൂപയായി. അപ്പോൾ ഞാൻ എങ്ങനെ അടച്ചാലും എനിക്ക് ആ 24 ലക്ഷം തീർക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. പുതുക്കി കഴിഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചു. അപ്പോൾ ബാങ്കിൽ മാനേജർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ ജപ്തി നടപടികൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത്, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെയും ജപ്തി നടപടികൾ നടന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അതിശയമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അത് നീട്ടി കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ സാക്ഷ്യം പറയണം, അതായത് ലോണ് ജപ്തി നടപടിയിൽ നീട്ടി കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിപ്പോൾ പറയണ്ട, നിങ്ങളുടെ ലോണെല്ലാം അടച്ച് വീട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരം കയ്യിൽ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ 24 ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് ആധാരം കയ്യിൽ കിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ എത്ര വർഷം വർക്ക് ചെയ്താലും ഈ 24 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലിശയും കൂടി കൂട്ടുപലിശയായിട്ട് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര അടച്ചാലും അതിൽ പലിശയ്ക്കേ പോവുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു ലാസ്റ്റ് മന്ത്. വന്നപ്പോൾ എനിക്ക് ജോസഫച്ചനെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ജോസഫച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപം തന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വീടിൻ്റെ അവിടെ കുഴിച്ചിടുക, എന്നിട്ട് ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചെല്ലുക. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർക്കൊരു അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി, ഞാൻ അമ്മയും കൂടിയിട്ട് ഇത് ചെയ്തു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വ്യക്തി സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ബാങ്കിൽ പോയി സെറ്റിൽമെൻറ്റ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ 24 ലക്ഷം കൊടുത്ത് ബാങ്കുകാർ എനിക്കത് 20,89,000 രൂപ, അതായത് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 21 ലക്ഷം രൂപ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, ആധാരം കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അപ്പനും കൂടി ബാങ്കിൽ പോയി. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അമ്മയുടെ ബാഗിൽ വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പുണ്ട്. അപ്പോൾ ബാങ്ക് മാനേജറുടെ ടേബിളിൻ്റെ അവിടെ അമ്മ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാക്സിമം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കഴിച്ച് 20,89,000 സെറ്റിലായി. ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ 21 ലക്ഷം. 1 മണിക്കൂർ എൻ്റെ കഥകളെല്ലാം കേട്ടു. അപ്പോൾ എനിക്ക് ബാങ്കിൽ മാത്രം ഇത്ര എമൗണ്ട് ഉണ്ട്, ഇത് കൂടാണ്ട് എനിക്ക് 10-15 ലക്ഷം രൂപ വേറെ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു, ജോസഫിൻ്റെ 21 ലക്ഷം രൂപ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്യാം. പിന്നെ അതേമാതിരി എനിക്ക് കുറച്ച് കുറികളുണ്ട്, വിളിക്കാത്ത കുറികളുണ്ട്. അപ്പോൾ ആ കുറികളെല്ലാം വിളിച്ചിട്ട് ഈ ആധാരം അവിടെ വെച്ചിട്ട് നിൻ്റെ ബാധ്യത എല്ലാം തീർക്കുക, നീ സമാധാനമായിട്ട് ഇരിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഞാൻ അമ്മച്ചോട് അപ്പനോടും വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഭയങ്കര ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോസഫ് നിൻ്റെ ആധാരം നീ എടുത്തിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി മൂന്നാമതാകുമ്പോഴേക്കും 3 മാസത്തിനുള്ളിൽ, കഴിഞ്ഞ വർഷം മാർച്ച് 25-ാം തീയതി 2024 ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. കറക്റ്റ് ഇന്നേക്ക് 1 വർഷം 22-ാം തീയതി മാർച്ചിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ 2 കാര്യങ്ങൾ നടന്നു. അമ്മമാതാവിന് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ വീട്ടിൽ അച്ഛൻ പറഞ്ഞ പ്രകാരം നമ്മൾ അത് കുഴിച്ചിട്ടിട്ടാണ് ഉപ്പ് വിതറി നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ ഈ വ്യക്തിനെ കാണാനായിട്ട് പോയത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അപ്പനും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്, ഞങ്ങൾ ഇങ്ങനെ കഴിക്കും. അപ്പം അമ്മ അന്നും പറയായിരുന്നു, അമ്മ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ വീട് കൊണ്ടുപോകും. അപ്പം നമ്മൾ അമ്മോട് പറയും, അതൊക്കെ ശരിയാവും, അമ്മയ്ക്ക് എപ്പോഴും തന്നെ പറയാനുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ആ അമ്മയാണ് എനിക്ക് കൃപാസന മാതാവിനെ കാണിച്ചു തന്നതും. ഇങ്ങനെ കൃപാസന മാതാവ് ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ എല്ലാവരും പറയണോളം നമ്മൾ കുറേ ട്രോളുകളും ഇത് കണ്ട കാരണം നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ധ്യാനങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ധ്യാന കേന്ദ്രത്തിനൊന്നും ഒരു ഇതില്ല, എല്ലായിടത്തും ധ്യാന കേന്ദ്രം ഉണ്ട്. അപ്പോൾ നമ്മൾ പോവും.
ആ 1-2 ദിവസം നമ്മൾ ആ വിശുദ്ധ പാതയിൽ പോവും, പിന്നെയും പഴയ പോലെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി, ഇനിയിപ്പോൾ അടുത്തത് 4ാമത്തെയാണ് പുതുക്കാൻ വരുന്നത്. അപ്പോൾ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപാനം പൂർണ്ണമായിട്ട് ഞാൻ നിർത്തി. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യും. പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുവരുന്ന പത്രങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കൊടുക്കും. അപ്പോൾ അതിലിപ്പോൾ 2 പേര് ഇവിടെ ഫാമിലിയോട് കൂടി വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗികളായിട്ട് അപകടമൊക്കെ നടന്ന് ബെഡ് റെസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെയൊക്കെ സഹായിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ അമ്മ പേപ്പർ കട്ടിങ് ഒക്കെ ഇട്ടിട്ട് അതിലൊക്കെ ജെന്യൂനായിരിക്കും വാർത്തകളെല്ലാം. അപ്പോൾ അതുപ്രകാരം എന്നോട് പൈസ അയച്ചു കൊടുക്കാൻ പറയും. ആ പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ നേർച്ച വസ്തുക്കളായിട്ടുള്ള തൈലം, അതുപോലെ തന്നെ തേൻ, ഉപ്പ്, അത് നിരന്തരം എൻ്റെ കയ്യിലുണ്ടായിരിക്കും, എൻ്റെ ബാഗിലുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പറ്റി കൊടുക്കുന്നത്. ഇതെൻ്റെ മൂത്ത മകളാണ്. പിന്നെ 2 കുട്ടികൾ വേറെ ഉണ്ട്. 8 വർഷത്തിന് ശേഷമാണ് എനിക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ വീട്ടിലാണ്. ഇതാണ് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും. ആത്മീയമായിട്ട് സാധാരണ എല്ലാവരെ പോലെ തന്നെ ഞായറാഴ്ചകളിലൊന്നും തീരെ പോകാറില്ല, പള്ളികളിലൊന്നും. പിന്നെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എപ്പോഴെങ്കിലും കുമ്പസാരിച്ചാലായി, അങ്ങനെയായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിനക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അന്നൊരു ചലഞ്ച് പോലെയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഫെബ്രുവരി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് മാർച്ചിൽ വന്നിട്ട് എടുത്തത്. അപ്പോൾ ഫെബ്രുവരിയിൽ വന്നപ്പോൾ തന്നെ പ്രാർത്ഥന ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാ ഞായറാഴ്ചകളും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിലല്ല, മാസങ്ങളിൽ കുമ്പസാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുടുംബത്തിനും ദേവിമാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു.